ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ സമീർ അലി ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഗ്രേഡിംഗ് സംവിധാനം അത് എത്രത്തോളം അശാസ്ത്രീയമാണ്? തികച്ചും അശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മാർക്ക് ദാനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ. അതായത് വെറുതെ അങ്ങടെ മാർക്ക് എഴുതിയിട്ട് A+ അങ്ങടെ എഴുതി കൊടുക്കുകയല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കണം, തെറ്റുണ്ടെങ്കിലൊക്കെ തിരുത്താം. നമുക്ക് 75,000 പേർക്ക് അങ്ങാണ്ട് A+ കിട്ടി. നമുക്ക് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ 99, അത് നമ്മുടെ രക്ഷിതാവ് പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. 99 മാർക്സ് അല്ലെങ്കിൽ 100 മാർക്സ് ടു 90 മാർക്സ് എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്യത്യാസമില്ലേ? അപ്പോൾ 100 മാർക്സ് കിട്ടിയ ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ മാത്തമാറ്റിക്സ് 100, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയല്ലേ. 90 മാർക്ക് അവിടെ മാത്തമാറ്റിക്സ് വരുമ്പോൾ അത്ര ബ്രില്യൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ പോരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്കൂളിൽ വിളിച്ച് ചോദിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സ്കൂൾസ് ഉള്ളതാണല്ലോ. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ല B+ മുകളിലുള്ളവരൊക്കെ കൊടുക്കാൻ തീരുമാനിച്ച് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് എന്ത് വർത്താനാണ്? B+ മുകൾക്കുള്ളവർ, പിന്നെ അതിന് താഴത്തുള്ളതൊക്കെ എല്ലാ കണക്കും അത് തമ്മിൽ എന്താണ് ഇത്ര വലിയ വ്യത്യാസം ഉള്ളത്? മനസ്സിലായില്ല വ്യത്യാസം നമ്മൾ. അപ്പോൾ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സ്ലാബുകൾ ക്രിയേറ്റ് ചെയ്യാണ്, മറ്റത് മാർക്കിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ സ്മൃതി ഞാനും കൂടെ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത് യു ഗെറ്റ് 100, ഐ ഗെറ്റ് 99, ദെൻ യു ഗെറ്റ് ദ സീറ്റ്. ഇതല്ല, ഈ സ്ലാബ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രോബ്ലം. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ ഉള്ളതാണല്ലോ ഇതിൽ. കമ്മ്യൂണിറ്റി സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, 20% ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള നിലക്ക് ഈ സിസ്റ്റം എടുത്ത് കളയണം എന്ന് പറഞ്ഞതിൽ ഒരു തർക്കവുമില്ല. സിസ്റ്റത്തിൽ മാറ്റം വരുത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇവിടെ മലബാറിൽ വേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികളോട് നമ്മൾ അവിടെ പോയി പഠിച്ചോ ഇവിടെ പോയി പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ അധികം പെൺകുട്ടികളാണ്, ചെറിയ പെൺകുട്ടികളാണ്, 15 വയസ്സായ പെൺകുട്ടിയാണ്. ഇപ്പം ഇദ്ദേഹം നമ്മുടെ രക്ഷിതാവ് പറഞ്ഞ് ഞാൻ രക്ഷിതാവിന് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾ സീറ്റ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ കൊടുക്കാം. പക്ഷേ അദ്ദേഹത്തിന് വീടിൻ്റെ അടുത്തല്ല അല്ല, അപ്പം അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നഗരങ്ങളിലൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ടാവും, ഗ്രാമമാകുമ്പോഴത്തേനും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ഇപ്പം എന്താണ് നീറ്റ് പരീക്ഷ വെള്ളത്തിൽ ചാടിയില്ല. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞതല്ലേ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കരുത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പരീക്ഷ എടുത്തിട്ട് അതെടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് ഇപ്പോൾ ആകെ നാശമായി. അപ്പോൾ അതേമാതിരി തന്നെ ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് കുറേ വിദ്യാഭ്യാസ പ്രവർത്തകർ ബുദ്ധിജീവികൾ കൂടി നമുക്ക് ഇങ്ങനെ നടത്തിക്കളയാമെന്ന്. അപ്പോൾ ആ നിലക്ക് ഇത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള സംഭവം തന്നെയാണ് നടക്കുന്നത്. മാർക്കില്ലാതെ ശരിയാവില്ല. മാർക്കില്ലാതെ ഒരു ഇൻ്റർവ്യൂവിനൊന്നും നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആ സ്ഥിതിക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ മന്ത്രിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി 30% മാർക്ക് എല്ലാവരും അഗ്രി ചെയ്തതുകൊണ്ട് നമുക്കതിൽ വിഷമിക്കാനില്ല, അവർ പാസ്സാവും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. SSLC മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? 20ൽ 19 മാർക്ക് അങ്ങോട്ട് കൊടുക്കും കണ്ടിന്യൂസ് അസസ്മെൻറ്റിന്. പിന്നെ അതിന് പറയുന്ന മോഡറേഷൻ, പിന്നെ അപ്രോക്സിമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 8 മാർക്കോ അല്ല 6 മാർക്കോ അങ്ങാണ്ട് മതി SLC പാസ്സാവാനായിട്ട്. അതുകൂടെ നമ്മളോട് ചിന്തിക്കേണ്ടതുണ്ട്. SLCക്ക് 6 മാർക്ക് പാസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് നീറ്റ് പരീക്ഷ 4 തവണ പോയി എഴുതിയിട്ട് ചിലപ്പോൾ മെഡിസിന് കയറുന്നത്. അതുകൊണ്ട് സമഗ്രമായിട്ട് ഈ കാര്യം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇരുന്നുകൊണ്ട്, പിന്നെ മലബാറിൻ്റെ വിഷയം വേറെയാണ്, അതെൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു താൽക്കാലിക വിഷയമായിരിക്കും, ഒരു 4-5 കൊല്ലം കൂടെ തുടരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ടെമ്പററി ബാച്ച് അനുവദിക്കട്ടെ എന്നേ കോളേജസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ നമ്മളെ എയ്ഡഡ് കോളേജുകളിൽ 5 കൊല്ലത്തേക്ക് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ല, ടെമ്പററി ആയിട്ട് ആളെ അപ്പോയിൻറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് സാലറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റതിൽ പ്രോബ്ലം വരുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഡിവിഷൻ ഫോളും അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. അതൊന്നും വേണ്ട, ടെമ്പററി ആയിട്ടുള്ള ബാച്ച് അനുവദിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക, ഇത് അശാസ്ത്രീയമായിട്ടുള്ള പരിപാടിയാണ്. 65 കുട്ടികൾ പഠിക്കേണ്ടത് ഞങ്ങളുടെ ഓരോ സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ, അത് 75 കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. 75 കുട്ടികൾ എങ്ങനെ ഇരുന്ന് പഠിക്കും? +2 അവർ പറയുന്ന 600 സ്ക്വയർ മീറ്റർ ഉണ്ട് ഒരു ക്ലാസ് റൂം, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാമെന്നാണ്. പക്ഷെ അതൊന്നും ശരിയല്ല. അത് ലാബറട്ടറി ഫെസിലിറ്റീസിനെ ബാധിക്കും, മറ്റുള്ള ലൈബ്രറി ഫെസിലിറ്റീസിനെ ബാധിക്കും. അപ്പോൾ ഏതായാലും ഇതിനെ പറ്റിയിട്ട് നമ്മൾ പറയുക, ഒരു സമവായം ഇവിടെ LDFും UDFും ഉണ്ടായിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. Debate with Smriti Parithikad.